നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലൂടെ പൂർണ്ണമായും ഒഴുകുന്ന ഒരു സുപ്രധാനവും വറ്റാത്തതുമായ ജലപാതയാണ് താമിരഭരണി നദി. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യാർകൂടം കൊടുമുടിയിലെ പവിത്രമായ പൊതികൈ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി തിരുനെൽവേലി, തൂത്തുക്കുടി എന്നീ ജില്ലകളിലൂടെ ഏകദേശം 128 കിലോമീറ്റർ സഞ്ചരിച്ച് ഒടുവിൽ മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്നു. ധാതുക്കളാൽ സമ്പന്നമായ ഈ നദിയിൽ വ്യത്യസ്തമായ പ്രകൃതിദത്ത ചെമ്പ് നിറം ആണ്. ഇത് നദിക്ക് ചെമ്പെന്നർത്ഥമുള്ള താമിരം എന്ന തമിഴ് പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള പ്രദേശത്തിന്റെ പ്രാഥമിക കാർഷിക പാരിസ്ഥിതിക ജീവദായകമായി വർത്തിക്കുന്ന ഇതിന് വളരെയധികം സാമ്പത്തിക സാംസ്കാരിക പ്രാധാന്യവുമുണ്ട്. ഹിന്ദുമതത്തിൽ താമിരഭരണി നദി ഒരു പുണ്യദേവതയായി വളരെയധികം ആരാധിക്കപ്പെടുന്നു. താമിരഭരണിയെ ഹിന്ദുക്കൾ ഒരു ദേവതയായി ആരാധിക്കുന്നുണ്ടെന്നും അതിനാൽ നിയമത്തിലെ ഒരു വ്യക്തിയായി അംഗീകരിക്കപ്പെടാമെന്നും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ജസ്റ്റിസുമാരായ GR സ്വാമിനാഥനും B പുവലേന്തിയും വിധിന്യായത്തിൽ വിധിച്ചു. താമിരഭരണി നദിയെ ഒരു ദേവതയായി കണക്കാക്കി മദ്രാസ് ഹൈക്കോടതി നിയമപരമായ വ്യക്തിത്വം ഇതോടു കൽപ്പിച്ചു. പാപനാശത്തിലെ നദിക്കരയിലുള്ള ഒരു കുളക്കടവിൽ സ്ഥിതി ചെയ്യുന്ന 400 വർഷം പഴക്കമുള്ള മണ്ഡപത്തിൽ നിന്ന് തന്നെ ഒഴിപ്പിച്ചതിനെതിരെ തിരുനെൽവേലിയിലെ ശിവാനുപാണ്ഡ്യൻ ഹർജി നൽകിയിരുന്നു. ഹർജി തള്ളിക്കൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ച് 19 പേജുള്ള ഉത്തരവിൽ ഇങ്ങനെ നിരീക്ഷിച്ചു: താമിരഭരണിയുടെ നദി ഹിന്ദുക്കൾ ഒരു ദേവതയായി ആരാധിക്കുന്നുണ്ട്, അതിനാൽ അതൊരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പങ്കുചേരുന്നു. അതിനാൽ താമിരഭരണിയുടെ വ്യക്തിത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് ഒരു നദിയായതുകൊണ്ടല്ല, മറിച്ച് അവൾ ഒരു ദേവതയായതുകൊണ്ടാണെന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു. ആർക്കും അവളെ മലിനമാക്കാൻ അവകാശമില്ല. ഇത് വിവിധ പരിസ്ഥിതി നിയമങ്ങളിൽ കാണപ്പെടുന്ന നിയമപരമായ വ്യവസ്ഥകളുടെ ലംഘനവും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം സഹപൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായിരിക്കും. മറിച്ച് നദിയുടെ അവകാശങ്ങളുടെ ലംഘനവും ആയിരിക്കും. അവളുടെ സ്വന്തം ആന്തരിക മൂല്യത്തിന് അവൾ ഇതിനാൽ അംഗീകരിക്കപ്പെടുന്നു. ശിവാനുപാണ്ഡ്യൻ കൈവശപ്പെടുത്തിയ ഭൂമി നദി പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റവന്യൂ രേഖകളിൽ താമിരഭരണി നദി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തി. ഒരു നദീതീരത്തെ നദിയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ലെന്നും കയ്യേറ്റങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണമെന്നും വിധിച്ചു. പുരാതനമായ കൽമണ്ഡപം മതിലുകളുടെ നിർമ്മാണത്തിലൂടെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയിട്ടുണ്ടെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അരുൾമിഖു പാപനാശസ്വാമി ക്ഷേത്രം ഉടൻ തന്നെ മണ്ഡപം ഏറ്റെടുത്ത് ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പിന്റെ സഹായത്തോടെ പുനഃസ്ഥാപിക്കാനും കോടതി ഉത്തരവിട്ടു. മലിനീകരണത്തിനും പാരിസ്ഥിതിക തകർച്ചയ്ക്കും കാരണമാകുമെന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നദിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ബെഞ്ച് അടിവരയിട്ടു. ചാരം ഉൾപ്പെടുന്ന കേസുകളിൽ ഒഴികെ നദിയിലോ അതിലെ ജലാശയങ്ങളിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനോ വസ്തുക്കൾ മുക്കുന്നതിനോ ഒരു വ്യക്തിയോ അധികാരിയോ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നദിക്ക് നിയമപരമായ വ്യക്തിത്വം നൽകാനുള്ള കോടതിയുടെ തീരുമാനം അതിന്റെ പാരിസ്ഥിതിക അവകാശങ്ങൾക്കും അതിന്റെ സ്വാഭാവിക സ്വഭാവം സംരക്ഷിക്കുന്നതിനുമുള്ള സർക്കാർ അധികാരികളുടെയും പൗരന്മാരുടെയും കടമയ്ക്കും കൂടുതൽ ഊന്നൽ നൽകുന്നു. നദികൾ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ മാത്രമല്ലെന്നും അവയെ ആശ്രയിക്കുന്ന സമൂഹങ്ങളുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഉപജീവന മാർഗത്തിനും അവ അവിഭാജ്യ ഘടകമാണെന്നും കോടതി ഊന്നിപ്പറഞ്ഞു. താമിരഭരണിയെ നിയമപരമായി ഒരു വ്യക്തിയായി അംഗീകരിക്കുന്നത് അതിന്റെ സംരക്ഷണത്തിനുള്ള നിയമ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിനും അതിന്റെ താൽപര്യങ്ങൾ മതിയായ രീതിയിൽ പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും ഉദ്ദേശിച്ചുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി. നദിയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നദിയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ തടയുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും അധികാരികൾക്ക് കോടതി നിർദ്ദേശം നൽകി. വിഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്നത് ഉൾപ്പെടുന്ന മതപരവും ആചാരപരവുമായ ആചാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നിരോധനത്തിന് പ്രാധാന്യമുണ്ട്. ചിതാഭസ്മം സംബന്ധിച്ച പരിമിതമായ വാദം അംഗീകരിക്കുമ്പോൾ തന്നെ നദിയുടെ പാരിസ്ഥിതിക ആരോഗ്യത്തിന് ഹാനികരമായ മറ്റു തരത്തിലുള്ള നിമജ്ജനവും മാലിന്യം തള്ളലും അനുവദിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. നദിക്ക് നിയമപരമായ വ്യക്തിത്വം നൽകാനുള്ള കോടതിയുടെ തീരുമാനം അതിന്റെ പാരിസ്ഥിതിക അവകാശങ്ങൾക്കും അതിന്റെ സ്വാഭാവിക സ്വഭാവം സംരക്ഷിക്കുന്നതിനുമുള്ള സർക്കാർ അധികാരികളുടെയും പൗരന്മാരുടെയും കടമയ്ക്ക് ഇത് കൂടുതൽ ഊന്നൽ നൽകി. പാരിസ്ഥിതി നിയമപ്രകാരം നദികളെയും മറ്റു പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജലാശയങ്ങളെയും കൈകാര്യം ചെയ്യുന്ന രീതിയെ, പ്രത്യേകിച്ച് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവയുടെ ദീർഘകാല നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ഈ വിധി കൂടുതൽ വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.